പറയാറുണ്ട്, അനാഥ ബാലന്മാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂലെന്ന്. ചെറിയ പ്രായത്തിൽ എൻ്റെ ഉപ്പയും എൻ്റെ ആഴകാലത്ത് എൻ്റെ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളെ ഞാനിങ്ങനെ നോക്കിക്കാണും. രക്ഷപ്പെട്ട ആളുകള്. അപ്പൊ രക്ഷപ്പെട്ട ആളുകളൊക്കെ ബിസിനസ്സാണ്. ചെറിയ പ്രായത്തിലേ ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു 30 വർഷത്തെ ഈ ഒരു ആഹ് 25 വയസ്സ് വരെ, ഈ 20 വയസ്സ് മുതൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ചെയ്ത ബിസിനസ്സുകളൊക്കെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്. എല്ലാ ബിസിനസ്സും വരുമാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജീവിച്ചു പോയിട്ട് രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സുകളൊക്കെ ഞാൻ എണ്ണി പറയുന്നൊന്നുമില്ല. ഒരുപാട് ബിസിനസ്, ഫർണിച്ചറായിട്ടും മരക്കച്ചവടമായിട്ടും മിൽമന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് ആയിട്ടും അതുപോലെ തന്നെ ബേക്കറി പ്രൊഡക്റ്റുകൾ ലൈനിൽ കൊടുക്കലായിട്ടും സ്ക്രാപ്പിന്റെ ബിസിനസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അല്ലാതെ വർക്ക്ഷോപ്പായിട്ടും അവസാനം ഈ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് മീൻ കച്ചവടം സ്റ്റാർട്ട് ചെയ്തത്. മീൻ കച്ചവടം വയനാട്ടിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ ബിസിനസ്സിനെ നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇത്രയും വലിയ ബിസിനസ് ആണ്. ഈ ബിസിനസ്സിന് വേണ്ടി നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ഞാന് എൻ്റെ മീനിന്റെ പരിപാടി, മീൻ കച്ചവടം നടക്കുന്നത് വയനാട്ട് ജില്ലയിലെ കാവുമന്ദം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കി നമ്മൾ ഒരു ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാന്നല്ലോ. ആ ബിസിനസ്, എൻ്റെ നാട് പൂനൂരാ. പൂനൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കറക്റ്റ് 30 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്റർ കോഴിക്കോട്ടേക്ക് ഓടണം ആദ്യം. എന്തിനാന്ന് വെച്ചാല് അവിടെ കച്ചവടം ചെയ്യാനുള്ള മീന് കോഴിക്കോട് മാർക്കറ്റ് പോയിട്ട് നമ്മൾ ശേഖരിക്കണം. അതിന് എപ്പോ പോകണമെന്നറിയോ? രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് 5-5:30 ആകുന്ന സമയത്താണ് കോഴിക്കോട് മാർക്കറ്റിലെത്തുക. മാർക്കറ്റിൽ നിന്ന് ഗുഡ്സിൽ മീനൊക്കെ കയറ്റിയിട്ട് പിന്നെ പോകേണ്ടത് അത്രയും ദൂരം താമരശ്ശേരിക്ക് 30 കിലോമീറ്റർ ഓടും. അത് കഴിഞ്ഞിട്ട് ഒരു 35 കിലോമീറ്റർ ഓടും. ഒരു ദിവസത്തെ കാര്യം പറയുന്നത്. എന്നിട്ട് രാവിലെ നമ്മൾ രാവിലെ മീനുമായിട്ട് പോയിട്ട് കാവുമന്ദം എന്ന സ്ഥലത്തിട്ട് അവിടെ സ്റ്റാളിൽ മീനൊക്കെ ഇട്ട് മീൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മള് കോഴിക്കോട് ജില്ല പോലെ അല്ല വയനാട് ജില്ലയില് മീൻ കച്ചവടം. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ആളുകൾ മത്സ്യം വാങ്ങുന്ന സമയം വൈകുന്നേരങ്ങളിലാണ്. പക്ഷെ അവിടുത്തെ പ്രധാനം വെച്ചാൽ രാവിലെ, വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ വരുമ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു സമയം ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് നമ്മൾ വൈകുന്നേരം അങ്ങനെ ആ മത്സ്യം കംപ്ലീറ്റ് തീരണമെങ്കിൽ വൈകുന്നേരം 7 മണി 8 മണി, ചില സമയത്ത് 9 മണിയാവും. 9 മണിയായിട്ട് നമ്മൾ മീൻ കച്ചവടം എന്നൊക്കെ പറയുന്നത് ഒരു ഷട്ടർ താത്തി പൂട്ടി പോരുന്നല്ലോ. അതിനെ തട്ട് കഴുകണം, വൃത്തിയാക്കണം, എല്ലാം ചെയ്ത് 11 മണിയാകുമ്പോൾ അവിടുന്ന് തിരിക്കും. എന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു സ്ഥിരമായിട്ട് കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സ്ഥലമൊക്കെ നിങ്ങൾ ഫോട്ടോ എടുത്ത് കണ്ടാൽ നിങ്ങൾ പറയും ആനക്കാടിന്റെ അടുത്താ ഒരു പുഴ. പക്ഷെ അവിടെ കറണ്ടിന്റെ വേലിയൊക്കെ ഉണ്ട്. എങ്കിലും എന്നും കുളിക്കുന്നവർക്ക് പേടിയൊന്നുമില്ല. അവിടുന്ന് കുളിച്ച് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് 12 മണിയാവും. എനിക്ക് പറയാണ്ട് ഇതിലൊക്കെ ഒരുപാട് ബിസിനസ്സും ഒരുപാട് തൊഴിലും ചെയ്യുന്ന ആളുകള്. നിങ്ങൾ ഇതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ 12 മണിക്ക് നമ്മൾ വീട്ടിലെന്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന സമയത്ത് 1 മണിക്കാണ്. 1 മണിക്ക് കിടന്നാൽ എത്ര സമയം ഉറങ്ങാനുണ്ടാവും എന്നൊക്കെ പറയുന്നത്? 1, 2, 3, 4 മണിക്കൂർ ഉറക്കം. ഒറ്റക്കാ. ഇത് റിസ്ക് എടുക്കണ ഒറ്റക്ക. എനിക്ക് പറയുന്നത്, നിങ്ങൾ ഇതിൽ റിസ്ക് എടുക്കാൻ വന്ന ആളുകളാണോ? ജീവിതത്തിൽ രക്ഷപ്പെടാൻ വന്ന ആളുകൾ റിസ്ക് എടുത്തേ പറ്റൂ. അങ്ങനെ ഞാൻ ആ ബിസിനസ് നിർത്താൻ ഒരു കാരണം എന്താന്ന് പറഞ്ഞാല്, അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത്, ഈ ഒരു ദിവസം കോഴിക്കോട് നിന്ന് വണ്ടി എടുത്ത് മീനെടുത്ത് പോകുന്ന സമയത്തും നമ്മള് ഈ ഈങ്ങാപ്പുഴ കഴിഞ്ഞ് അടിവാരത്തേക്ക് പോകുന്ന സമയത്ത് കൊടുങ്ങാക്കാട് എന്ന് പറഞ്ഞൊരു മക്കാമ് കാണാൻ നമുക്ക്. അത് കഴിഞ്ഞ് അങ്ങ് പോകുന്ന സമയത്ത് ഉറക്കില്ലാത്തതിന്റെ ക്ഷീണം, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു നോമ്പ് സമയത്താ. അപ്പൊ ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയി. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു, പക്ഷേ എന്താ ചെയ്യാ, വണ്ടി ഈ മീനായിട്ട് ഉറക്കം വരിക, നന്നായിട്ട് ഉറങ്ങിയാൽ ഈ മീൻ എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അവിടെ നോമ്പ് നോറ്റിട്ട് അവിടെ ഒരു കടയിൽ കയറിയിട്ട് നല്ല സ്ട്രോങ്ങിലെ കട്ടൻ ചായ കുടിച്ചു. അങ്ങനെ നോമ്പൊക്കെ മുറിച്ചു വയനാട്ടിൽ പോയി. ജീവിതത്തിൽ അന്ന് ഞാൻ മീൻ കച്ചവടം നിർത്തിയിട്ടുണ്ട്. മീൻ കച്ചവടം മോശമായിട്ടോ ലാഭമില്ലായിട്ടോ ഒന്നുമല്ല, നല്ല ലാഭമുള്ള കച്ചവടം.
ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ ജീവിതമൊക്കെ ഇട്ടഞ്ഞിട്ടാണ് പല ബിസിനസ്സും പല ആളുകളും ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് കിട്ടിയ ഈ ഒരു അവസരം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന മൈലേഷ്യൽ മാർക്കറ്റിംഗ്, മനോഹരമായിട്ട് ഒരു കമ്പനി നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് പല ആളുകളെ അവസ്ഥ എന്താണെന്നറിയോ? ഇത് ചെയ്യണോ, വേണോ, വേണ്ടേ, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളുകൾ കുറവാ. നമ്മള് നമ്മളെ ബിസിനസ് ആയിട്ട് കണ്ട് ഈ ബിസിനസ്സിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിൽ ഈ ഒരു ബിസിനസ് ഇത്ര ശക്തമായിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബാധ്യത എൻ്റെ ബാധ്യത എന്ന് പറഞ്ഞ സമയത്ത്, അങ്ങനെ കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കിയ സമയത്തും ആ സമയത്തും എനിക്കൊരു മിൽമയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാനല്ല തുടങ്ങിയത്, എൻ്റെ ഒരു സുഹൃത്തിന് നടത്താൻ കൊടുത്തതാണ്. ഏകദേശം 10 ലക്ഷം മുടക്കിയിട്ട് അത് തുടങ്ങിയത്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ ഒരു ബിസിനസ്, പണം മുടക്കിയ ബിസിനസ് നിന്ന് വരുമാനം കിട്ടുന്നില്ല, നമ്മൾ എടുക്കുന്ന എഫേർട്ട് എടുക്കുന്ന ബിസിനസ് പണം കിട്ടുന്നുണ്ട്, ആരോഗ്യം കിട്ടുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ആലോചിച്ചു, ഞാൻ എഫേർട്ട് എടുക്കാൻ റെഡിയാണ്, ഞാൻ പണിയെടുക്കാൻ റെഡിയാണ്, എന്ത് ബിസിനസ് ഉണ്ട്. ആ സമയത്തും ഈ മൈലേഷ്യൽ മാർക്കറ്റ് എന്ന ബിസിനസ്സിൽ ഞാൻ ഐഡിയ അടിച്ചിട്ടുണ്ട്. എന്നെ പല സമയത്തും ബെല്ലി സാർ ഫോളോ അപ്പ് ചെയ്യും. ബിജു സാർ ഒന്നും ഇറങ്ങിയിട്ടില്ല, ഞാനേ ഇറങ്ങിയിട്ടു. ബിജു സാർ നമ്മളെ ITCയിലൂടെ ബിജു സാർ ഈ ഇൻഡസ്ട്രി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ഇതിനെ ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. പണം മുടക്കാതെ, എൻ്റെ കയ്യിൽ പണം മുടക്കാനില്ല. ആ സമയത്ത് എൻ്റെ വൈഫിന്റെ ഗോൾഡ് എടുക്കും, ക്യാഷ് കൊടുക്കാനുള്ള 42 ലക്ഷവും വൈഫിന്റെ ഗോൾഡ് എടുക്കും, 10-70 ലക്ഷം കട. ജീവിക്കണം, രക്ഷപ്പെടണം. നേരം വെളുക്കരുതേ എന്ന് വിചാരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഈ ബിസിനസ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ആഴത്തിൽ പറയുന്നത്. നേരം വെളുക്കരുതേ എന്ന് വിചാരിക്കും. നേരം വെളുത്താൽ നിൽക്കാൻ ഉറക്കില്ല, ഉറങ്ങാൻ പറ്റുക. ഞാൻ ഉറങ്ങൽ എവിടെ നിന്നാണോ, എൻ്റെ വീട്ടിലേക്ക് പണം കൊടുക്കാനുള്ള ആളുകൾ തിരഞ്ഞു വരാറുണ്ടായിരുന്നു. എപ്പോ? അതുകൊണ്ട് വീട്ടിലെത്തുന്ന സമയം രാത്രി 12 മണി. വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ സമയം രാവിലെ 6 മണിന്റെ മുമ്പ് 5:30ക്ക് ഇറങ്ങിപ്പോകും. എന്തിനാന്നോ? ഞാൻ എന്തോ ബിസിനസ് ചെയ്യുന്ന ആളാ. അല്ല, സത്യമായിട്ടും ബിസിനസ് ചെയ്യാനൊന്നുമല്ല. വീട്ടില് പണം കൊടുക്കാനുള്ള ആളുകൾ തെരഞ്ഞു വരുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് പോകണമെന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് എവിടുന്ന് ഉറങ്ങാന്നറിയോ? ഉച്ചക്ക് എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ സമയത്തും ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ ബാഗിലാക്കിയിട്ട് പോയിട്ട് കച്ചവടം ചെയ്യും. നമ്മളെ പേസ്റ്റും സോപ്പും എവിടെ, ബൈക്കിന്റെ മേലെ പോലെ എവിടെന്നോ, താനൂര്, വൈലത്തൂര്, തിരൂര് ഭാഗത്ത്. എന്റെ ഫ്രണ്ട്സ് രാവിലെ അങ്ങോട്ടാ പോവാ. എന്നിട്ട് ഞാൻ അവിടുത്തെ ഒരു എന്നെ അത്ര ആത്മാർത്ഥപ്പെട്ട ബന്ധമുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞിപ്പാക്ക എന്ന് പറയാം. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ അങ്ങനെ പറയാം. ആളെ വീട്ടിലെത്തും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് 1-2 മണിക്കൂർ കിടക്കും. നിങ്ങൾ ഇത്ര സ്ട്രഗിൾ എടുത്ത ആളുകളുണ്ടോ? ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി സ്ട്രഗിൾ എടുത്ത ആളുകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല്, ഞാൻ തിരിച്ച് അവിടുന്ന് പോവാ രാത്രി 10 മണിക്ക്. ഞാൻ അവിടുന്ന് പോന്ന 10:30, 11 മണി, 11:30, 1:30 മണിക്കൂറിൽ ഞാൻ എന്റെ വീട്ടിലെത്തും. എന്നോട് എല്ലാരും ചോദിക്കും, ഇങ്ങനെ എന്താ എവിടാ സ്ഥലം? തിരൂര്. തിരൂരിന്ന് വീട്ടിലെത്രയോ? കറക്റ്റ്. എന്നും പോണ സ്ഥലത്തേക്ക് ദൂരം കുറവായിരിക്കും. നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഞാൻ എന്നും കോഴിക്കോട് എന്നും ഒരു സ്ഥലത്തേക്ക് സ്ഥിരമായിട്ട് പോവാണെങ്കിൽ വളരെ ദൂരം കുറവായിരിക്കും. ഞാന് അപ്പൊ എന്നോട് ചോദിക്കും, എവിടെ ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ഞാന് ഒരു താമരശ്ശേരിന്ന് എന്റെ വീട്ടിൽ പോകുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷെ എന്നും പോകുന്നത് കൊണ്ട് അതെനിക്കൊരു ഭാരമല്ല. ഒരു കഥ ഞാൻ സൂചിപ്പിക്കാം. ഞാന് ഒരു കഥ കേട്ടത് ഇങ്ങനെ. ഒരു ഒരു കൃഷിക്കാരന് ഒരു പശു ഉണ്ടായിരുന്നു. പശുവിന് ഏഹ് പശുവിനെ വളർത്തി ജീവിക്കുന്ന ആളാണ്. അയാൾക്ക് പശു ഉണ്ടായതുകൊണ്ട് അങ്ങനെ പശു പ്രസവിച്ച സമയത്ത് പശു ചത്തുപോയി. കുട്ടി മാത്രമേ ഉള്ളൂ. ആ കുട്ടിനെ ഇയാള് വളർത്തിയത് എങ്ങനെയാന്ന് പറഞ്ഞാല്, ആ ജനിച്ച സമയത്ത് ആ പശുവിന്റെ കാലിക്ക് എന്തോ ഒരു വല്ലായ്മ വന്ന സമയത്ത് ഈ പശുവിനെ നടക്കാൻ പറ്റാതായപ്പം ഈ പശുവിനെടുത്ത് അദ്ദേഹം തോളിലേറ്റും. എന്നിട്ട് മലന്റെ മേലെ കയറിപ്പോവും. എന്നും അതിന് കൊടുക്കാനുള്ള വെള്ളവും പുല്ലൊക്കെ അവിടെ കണ്ടത് അത്ര നല്ല എല്ലാ ദിവസവും ചെയ്യും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ എന്നും ചെയ്യുന്ന പണിയാ ചെയ്യുന്നത്. എന്നും നിങ്ങളൊരു പണി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാരം ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി ഈ കാര്യം പറയുന്നത്. അങ്ങനെ മലന്റെ മുകളിലേക്ക് കയറി എന്നും ആ പശുവിനെടുത്ത് തോളിലെടുക്കും. തോളിൽ 2 കാലും അപ്പുറവും ഇപ്പുറത്തോട്ട് മലന്റെ മേലെ കയറിപ്പോവും. അതിന് ഭക്ഷണം കൊടുത്തിട്ട് വൈകുന്നേരം തിരിച്ചിറങ്ങും.
അത്രയും ആത്മാർത്ഥമായി പശുവിനെ സ്നേഹിച്ചു. പശുവിനെ തള്ള ചത്തുപോയ സമയത്ത് ഈ കുട്ടിനെ സംരക്ഷിക്കാൻ അദ്ദേഹം എടുത്ത എഫേർട്ടാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പിന്നെ മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു 6 മാസം, 7 മാസം, 1 വർഷം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, "നിങ്ങൾ എങ്ങനെയാണ് ഈ പശുവിനെ എടുക്കുന്നത്? ഈ പശുവിനെ എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ മല കയറി പോകുന്നത്?" അദ്ദേഹം ചോദിക്കുന്നത്. അയാൾ ഇത് അറിയുന്നില്ല. അയാൾ പറയുന്നത്, "ഞാൻ എന്നും ചെയ്യുന്ന പണിയാ. എനിക്കിതൊരു ഭാരമല്ല." ഓരോ ദിവസവും ചിലപ്പോ 50 ഗ്രാമോ 25 ഗ്രാമോ ഭാരം വെക്കുന്നുണ്ട്. പക്ഷെ അത് അയാൾ അറിയുന്നില്ല. എന്നും ചെയ്യുന്ന പണി. വലിയ പശുവായ സമയത്തും അയാൾ ഭാരം കേറിപ്പോയി താഴെത്തി. അദ്ദേഹം ചോദിച്ച സമയത്താണ് ഇതിന് ഭാരമുണ്ട്, ഇത് വലിയതാന്ന് അയാൾക്ക് മനസ്സിലായത്. എനിക്ക് പറയാനുള്ളത്, ഉറങ്ങുന്ന സമയം പോലും വാച്ചിൽ നോക്കാതെ നിങ്ങൾ മൈ ലൈഫിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന പണി ഒരു ഭാരമായിട്ടല്ല, ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഒരിക്കലും ഭാരാവൂല. എനിക്ക് പറയാനുള്ള 2, 3 കാര്യം കൂടെ പറഞ്ഞ് ഇവന്റിനെ കുറിച്ച് ഞാൻ കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, നമ്മളൊക്കെ ചെയ്യുന്ന റിസ്ക്, നമ്മളൊക്കെ എന്തിനാണ് ഈ ഒരു ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തത് പല ആളുകൾക്കും മനസ്സിലായില്ല. നമുക്ക് എന്തോ വരുമാനം ഉണ്ടാക്കാന്, അല്ലെ എന്റെ ലീഡർക്ക് ലീഡർ ഇങ്ങനെ നിർബന്ധിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, ഇത് അവനവന്റെ ബിസിനസ്സാ. നമ്മൾ ഓരോരുത്തരുടെയും ബിസിനസ്സാ. നമ്മളെ മക്കൾക്ക് വേണ്ടിയാ, നമ്മളെ കുടുംബത്തിന് വേണ്ടിയാ, നമ്മൾ ഒരുപാട് നമ്മളെ നാട്ടിലെ സമൂഹത്തിന് വേണ്ടിയാണ് ഈ ബിസിനസ് ചെയ്യുന്നത് മനസ്സിലാക്കിയ ഇതിന് ഭാരല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സന്തോഷത്തോടെ ചുമക്കുന്ന ചുമടിന് ഭാരം ഉണ്ടാവില്ല. നിങ്ങൾ ഈ ബിസിനസ് സന്തോഷത്തോടെ ചുമക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഇതിലെ സന്തോഷവും ഇതിലെ ഒരുപാട് കാര്യങ്ങൾ, ഏത് പ്രതിസന്ധി വന്നാലും സന്തോഷത്തോടെ ചുമക്കുന്നതാണ് അതിന് പരിഭവവും പരാതിയും ഉണ്ടാവില്ല. ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, അങ്ങനെ ആ സമയത്ത് റീറ്റെയിൽ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ക്യാഷ് കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഡെയിലി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, എന്റെ ഈ കടബാധ്യത ഉള്ളത് കൊണ്ട് എന്റെ നാട്ടിൽ ഞാൻ അത്യാവശ്യം മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്നൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൈസ വാങ്ങിയ സമയത്ത് ഈ സാധനം എനിക്ക് പിന്നെ പണം കൊടുക്കണം. അദ്ദേഹത്തിനോട് ഞാൻ അവധി പറഞ്ഞത് രാവിലെ, തലേന്ന് രാത്രി പറഞ്ഞ, നാളെ വൈകുന്നേരം നിങ്ങൾക്ക് 5 മണിയാകുമ്പോൾ നിങ്ങളെ പൈസ തരും എന്നാണ്. എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്റെ കയ്യിൽ ഒരു രൂപ ഇല്ല. ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, ഏകദേശം 8ഓ 9ഓ കവചപ്രാശം, അന്ന് ആക്റ്റീവ പോലത്തെ വണ്ടിയാ. അതേപോലെ തന്നെ 2 95 ഇത് മാത്രമേ എടുത്തുള്ളൂ. ഇത് വിറ്റാലേ എനിക്ക് കൊടുക്കാനുള്ള പൈസ കിട്ടൂന്ന്. നമ്മള് എടുക്കുന്ന പ്രൊഡക്റ്റും നമുക്ക് നമ്മളെ മനസ്സിലുള്ള നമ്മളെടുത്ത എഫേർട്ട് എന്താണോ, ഇതിന്റെ എഫേർട്ടിന്റെ വലിപ്പം, നമുക്ക് മുന്നിൽ നിൽക്കുന്ന നമ്മളെ ബാധ്യത എന്താണോ, അതിന് അളന്ന് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് പിന്നെ കൊടുക്കാനുള്ള ഏകദേശം 10,000 രൂപ കൊടുക്കണമെങ്കിൽ, എന്തായാലും 10,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ 9 കവചപ്രാശവും 3 നൈനീഫും ഒറ്റ ദിവസം വിറ്റു. ആവശ്യക്കാരനാ ഞാൻ. അത് വിറ്റേ പറ്റൂ. വിറ്റിട്ടെങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് രാവിലെ വൈകുന്നേരം കൊടുക്കാന്ന് പറഞ്ഞ പണം കൊടുക്കാൻ പറ്റൂ. ഇതാ ഡിഫറൻസ്. നമ്മള് ഈ ബിസിനസ്സിനെ ഇങ്ങനെ കാണണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥ ഉണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ട്. ആ രാജാവ് ഒരു രാജകൊട്ടാരത്തിൽ എന്തൊക്കെയോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നാട്ടുകാർക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെ കുറെ ജോലിക്കാരുണ്ട്. ഈ ജോലിക്കാർ എന്താ ചെയ്യാന്ന് പറഞ്ഞാല്, അവിടെ വന്നിട്ട് ഉൽപ്പന്നങ്ങൾ എടുക്കും. ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യും. അങ്ങനെ വൈകുന്നേരം വിറ്റ ഉൽപ്പന്നങ്ങൾ അവിടെ കൊടുക്കും. അതിന്റെ പിന്നെ പൈസ കൊടുക്കും. അവിടുന്ന് ഒരു ചെറിയ വരുമാനം അവർക്ക് കിട്ടും. അങ്ങനെ ജീവിക്കുന്ന ഒരു കൊട്ടാരത്തില് രാജാവ് ഒരു ദിവസം ഒരു കാര്യം തീരുമാനിക്കാം. രാജാവ് തീരുമാനിച്ചത്, കച്ചവടം കുറഞ്ഞ സമയത്ത് രാജാവ് തീരുമാനിച്ച ഐഡിയ എന്താന്ന് പറഞ്ഞാല്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്യാം. അതേപോലെ പല ആളുകൾ ഇപ്പം മൈലേഷ്യൽ മാർക്കറ്റ്, ഇത് നമ്മൾ രാവിലെ ഇറങ്ങും, കുറെ ആളുകൾ കാണും, കണ്ടാലായി, ഇല്ലേ പ്രശ്നമൊന്നുമില്ല, വൈകുന്നേരം നമ്മൾ വീട്ടിൽ പോകും. ഇതേപോലെയായിരുന്നു കൊട്ടാരത്തിൽ കുറെ ആളുകൾ ചെയ്തത്. അവര് കൊണ്ടുവരും, അവരെന്തെങ്കിലുമൊക്കെ വിൽക്കും, തിരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവരും, കൊട്ടാരത്തിൽ കൊടുത്തിട്ട് അവിടെ കൊടുക്കുന്ന പൈസ. ഈ കച്ചവടം ഡെവലപ്പ് ആക്കാൻ വേണ്ടി ഇതൊന്ന് മാറ്റാൻ വേണ്ടി അവിടുത്തെ രാജാവ് തീരുമാനിച്ച തീരുമാനം എന്താണെന്ന് വെച്ചാല്, അവിടുത്തെ ആളുകളെ വിളിച്ച് പറഞ്ഞു, ഇന്ന് മുതൽ ഈ സെയിൽസ് വർദ്ധിപ്പിക്കാൻ ഒരു ടാർജറ്റ് കൊടുത്തത് ഇങ്ങനെയൊന്നുമല്ല. ഇപ്പോ നമ്മൾ അവിടുത്തെ ഒരാളെ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾക്ക് 50,000 രൂപന്റെ ഉൽപ്പന്നം ഉണ്ട്. ഈ 50,000 രൂപന്റെ ഉൽപ്പന്നം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 50,000 രൂപയുടെ ഉൽപ്പന്നം വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ വിറ്റിട്ട് കൊട്ടാരത്തിലേക്ക് വരണം. കണ്ടീഷൻ വെച്ചു. ഡിഫറൻസ്, നമുക്ക് കണ്ടീഷൻ ഉണ്ടോ? ഇതാണ് പല ആളുകളും പ്രശ്നം. രാജകൊട്ടാരത്തിൽ വെച്ച കണ്ടീഷൻ ഇങ്ങനെയാണ്. 50,000 രൂപയുടെ ഉൽപ്പന്നം കൊടുത്ത സമയത്ത് രാജാവ് വെച്ച കണ്ടീഷൻ ഇതാണ്: ഈ 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റിട്ടല്ലാതെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരരുത്. ഇതാ കൽപ്പന. അങ്ങനെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല.
നിങ്ങളെ കഴുത്തിന്റെ മേലെ തല ഉണ്ടാവൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചത് ഈ സംഭവം അന്ന് ഈ കൊട്ടാരത്തിൽ നടന്ന അവിടെ ജോലിക്ക് വരുന്ന എല്ലാ ആളുകളും അന്ന് കൃത്യമായിട്ട് എല്ലാ ആളുകളും 5 മണി വേണ്ട നേരത്തെ സാധനങ്ങൾ വിറ്റ് 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കൊട്ടാരത്തിലെത്തി. എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയോ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നാണ്? അവിടെ ഒരു ജീവന്റെ പ്രശ്നമുണ്ട്. അതാ. നമുക്കാർക്കും ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്താഗതി ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് വന്നില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മളാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നമ്മളാണ് ഈ കൊട്ടാരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ വൈകുന്നേരം 5 മണിയാകുന്ന സമയത്തേക്ക് നിങ്ങൾ 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കൊട്ടാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുവോ? വിൽക്കൂലേ? തീർച്ചയായിട്ടും നമ്മൾ വിറ്റിരിക്കും. എന്തുകൊണ്ടെന്നോ? നമ്മൾ അവിടെ പണത്തിന്റെ പ്രശ്നമല്ല. നേരത്തെ ലാഗായി പോയ നമ്മള് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച സമയത്ത് നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതം ഇല്ലാതെ പോകുന്ന കണ്ട സമയത്താണ് നമ്മൾ എഫേർട്ട് എടുക്കാൻ. ആ സമയത്ത് നിങ്ങൾ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ, ഇങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാത്തത്? ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അവിടെ ജീവനാണ് പ്രശ്നമെങ്കിൽ നമ്മൾ എന്ത് റിസ്ക് കൊടുക്കും? ഞാൻ ചോദിക്കുക. അതുപോലെ ഈ ഇൻഡസ്ട്രി നമ്മൾ എനിക്ക് അപ്ലൈൻ ഉണ്ടോ? ഇല്ല. സത്യം പറയാം, ഷായർ എന്ന വ്യക്തിക്ക് അപ്ലൈൻ ലീഡർ ഇല്ലായിരുന്നു ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം ഇറങ്ങി. എന്റെ അപ്ലൈൻ ലീഡർ ബിജു സാർ ഇറങ്ങി പിന്നീടാ. കുറച്ച് കഴിഞ്ഞാലാണ്, ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം എനിക്ക് ഞാൻ ഒറ്റക്കാണ്. എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് അപ്ലൈനും അസോസിയേറ്റും ടീം മീറ്റിങ്ങും GTSോടും ഒറ്റക്ക് ചെയ്യാൻ എല്ലാ കാര്യവും. അതുകൊണ്ട് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നാ. അങ്ങനെ റിസ്ക് എടുക്കാൻ നിങ്ങൾ ഇതിൽ തയ്യാറുണ്ടെങ്കിൽ സത്യം പറ, ഇന്ന് നല്ലൊരു ടീമിനെ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഹാർഡായിട്ട് നമ്മളെ കൂടെ വന്നോനെ കൂട്ടിപ്പിടിച്ച് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസോസിയേറ്റും അപ്ലൈനും ഒന്നും ഇല്ല. ഒറ്റക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള സന്തോഷം എന്താണെന്നോ? ഞാനൊരു ചെല്ലു പറയുന്നുണ്ട്, അവസാനം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു തരം ഉറുമ്പുണ്ട്. ഒരു തരം ഉറുമ്പുകളെ കണ്ട് ഉറുമ്പുകൾ ഒരിക്കലും വെറുതെ നിൽക്കില്ല. ഇതൊക്കെ ഒരു പാടാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ്. ഒരു സമയത്തും ഉറുമ്പുകൾ ഒരു സ്ഥലത്തും നിൽക്കൂല. ഉറുമ്പുകൾ ഇങ്ങനെ സഞ്ചരിച്ച് നിങ്ങൾ ഉറുമ്പിനെന്ന് പരീക്ഷിച്ചാല് ഉറുമ്പ് വെറുതെ നിൽക്കുന്ന ഒരു സ്ഥലവും കാണില്ല. പക്ഷേ അവസാനം ദൈവം അവർക്ക് ഒരു അനുഗ്രഹം കൊടുക്കും. ആ ഉറുമ്പിന് ചിറക് കൊടുക്കും. എന്തിനാ? നമ്മൾ അതിൽ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്നറിയോ? ആ ഉറുമ്പിന് ചിറക് കൊടുക്കുന്ന സമയത്ത് ഉറുമ്പ് കുറേ കഷ്ടപ്പെട്ടുന്നുണ്ട്. അവസാനം ദൈവം അവർക്ക് ചിറക് കൊടുക്കുമ്പോൾ നിങ്ങൾ പറന്ന് പോയിക്കുന്ന ഒരു ഉറുമ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ ഉറുമ്പുകള് കുറെ കഴിഞ്ഞിട്ട് അവർ പിന്നെ കാണൂല. ആ ഉറുമ്പുകൾ പിന്നെ കൂട്ടിലായിരിക്കും. ആ കൂട്ടിന്ന് പിന്നെ അവർക്ക് ചിറക് വെക്കും. പിന്നെ പറന്നാ സഞ്ചരിക്കുക. ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടാൽ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. അതാ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റ്. അതുകൊണ്ട് ഇന്ന് ഏവരെയും ഒരുപാട് നല്ല ടീമിനെ തന്നു. വലിയ സന്തോഷത്തോടെ വലിയ ലെവലിലേക്ക് മാറാൻ പറ്റിയത് ഈ ബിസിനസ്സിനെ വളരെ സീരിയസ് ആയിട്ട് സ്നേഹത്തോടെ നമ്മളെ കൂടെ വന്ന ആളുകൾ നമ്മൾ പെട്ട കഷ്ടപ്പാടൊന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെ ഈ ബിസിനസ്സിനെ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ് വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതുള്ള കാര്യം സൂചിപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മൾ അനിൽ സാറ് പറഞ്ഞു, നമുക്കറിയാം നമുക്ക് വരാൻ പോണ വലിയൊരു ഇവന്റ് നമ്മുടെ ടീമിനെ കുറിച്ച് വലിയൊരു ഇവന്റാ. ശരിക്കും നമ്മൾ എപ്പോഴും മനസ്സിലാക്കാറുള്ളത്, ഒരു വീട്ടിൽ നമ്മൾ താമസം, ഒരു പുതിയ വീട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് തീരുമാനിക്കുന്നെന്ന് നമ്മൾ ഡേറ്റ് എന്നാണോ നമ്മൾ വീട്ടിൽ കൂടുതൽ തീരുമാനിക്കുന്നത് അന്ന് പണി തീരുന്ന. അതേപോലെ തന്നെ നമ്മളെ മുന്നിൽ ഒരു ഇവന്റ് ഉണ്ട്. ഇവന്റ് എന്തിനാ ഇവന്റ്? തീർച്ചയായിട്ടും നമ്മളെ വളർച്ച, നമ്മൾ എവിടെ എത്തി, നമ്മളെ വളർച്ച കാണും. ഈ ബിസിനസ്സിൽ നമ്മൾ വലിയ ലെവലിലേക്ക് മാറണമെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാറ്റാണ്. നമ്മൾ മാറി കാണിച്ചു കൊടുത്താലേ നമ്മളെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ വരും. നമുക്കറിയാം, നമുക്ക് ഒരുപാട് റാങ്ക് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറെ റാങ്കുകളുണ്ട്. നമ്മൾ റാങ്ക് മാറാനും പെർഫോമൻസ് ബോണസ് അടിക്കാനും നമ്മൾ ലോയൽറ്റി ബോണസ് അടിക്കാനും നമ്മളെ ഇൻകം കൂടാനും നമ്മളെ പോസ്റ്ററുകൾ ഗ്രൂപ്പിൽ വരട്ടെ. ഈ ബിസിനസ് വലിയ ലെവലിലേക്ക് മാറുമെന്ന് നമുക്കറിയാം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായി. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബോബി സാറെ വിളിച്ച സമയത്ത്, ബിജു സാറ് ഉള്ള സമയത്താണ് ഞാൻ ബോബി സാറെ വിളിച്ച സമയത്ത്, സാറേ നമ്മൾ ഈ ID കംപ്രഷൻ ഉണ്ടല്ലോ സാറേ, കുറച്ചും കൂടി നീട്ടാൻ പറ്റുമോ എന്ന് വെച്ചപ്പോ ബോബി സാറേ, എന്തിനാ സാറേ, ആവശ്യമുള്ളവർ ചെയ്യുന്നുണ്ട്. ID നിലനിർത്തിയിട്ട് എന്ത് കാര്യം? ചെയ്യുന്നവരെന്നും ചെയ്യും. ഡിയർ ഫ്രണ്ട്സ്,
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് കിട്ടിയ വലിയ അവസരം. ഇതുപോലെ ഒരു അവസരം ലോകത്ത് ഇനി വേറെ ഇല്ല, ഇനി വരാനുമില്ല. ആരോഗ്യവും സമ്പത്തും നമ്മൾ വിചാരിച്ച എല്ലാം കിട്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ പല ആളുകൾ ഇനിയും നമ്മുടെ ടീമിൽ ആരെങ്കിലുമൊക്കെ ഐഡി ഉണ്ടെങ്കിൽ അത് നിലനിർത്തിക്കണം. സമയം ഇനിയും കുറച്ചും കൂടെ സമയമുണ്ട്. ഇപ്പോഴും കുറെ ആളുകളെ ഐഡി ഉണ്ട്. എനിക്ക് നമ്മൾ ആരെങ്കിലും ഇത് പർച്ചേസ് ചെയ്യോ? ഇല്ല. ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ചെറിയ കഥ, ഈ കാര്യം ഞാൻ മൈ ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം. എന്നെ ഞാന് 2004 വർഷം വരെ ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്ത് ഐഡി നിർത്തിയ ആളുകളുണ്ട്. എന്തിനാണോ? ഈ ബിസിനസ്സിൽ പൊട്ടൻഷ്യൽ ഉള്ള നമ്മളെ താഴെ ഇനിയും ഈ ഐഡി കംപ്രഷൻ ഇനിയും ഉണ്ട് കുറെ ആളുകൾ ഐഡി നിലനിർത്താൻ. ഐഡി നമ്മളെ റെഡ് മാർക്ക് ചെയ്ത് കാണുന്ന ഐഡി ഇപ്പോഴും അവിടെ ഉണ്ട്. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ ചിലപ്പോൾ പർച്ചേസ് ചെയ്ത് അവിടെ നിലനിൽക്കും. ആ ഐഡി നിലനിർത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നു. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ അത് വളരെ മനോഹരമായിട്ട് ഞാൻ കഴിഞ്ഞ ഈ മാസം ഏകദേശം 36,000 രൂപയുടെ റീപർച്ചേസ് നടത്തിയിട്ടുണ്ട്. എന്തിനെന്നോ? ഐഡി നിലനിർത്താൻ. എന്റെ ഐഡിയ ആണോ? അല്ല. നമ്മളെ കൂടെ കഴിവുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഒരുപാട് കഴിവുള്ള, പക്ഷെ അവർക്ക് മൈലേഷ്യൽ മാർക്കറ്റിംഗ് മനസ്സിലാകാത്തതുകൊണ്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ ഐഡി നിങ്ങൾ കഴിയുമെങ്കിൽ നിലനിർത്തണം. എന്തിനാന്ന് പറഞ്ഞ, എന്റെ ടീമിൽ ഒരു തായ്ലാൻഡ് ട്രിപ്പ് വിന്നർ ഉണ്ട്, അബ്ദുറസാഖ് എന്ന ആളെ പേര്. ആള് മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ 2021 ഐഡിയസ് അങ്ങനെ തുടക്ക സമയത്ത് അദ്ദേഹം ഇതിൽ വന്ന സമയത്ത് അങ്ങനെ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ എന്തൊക്കെയോ കാരണങ്ങളായ ബിസിനസ്സൊക്കെ അയാൾ മാറി നിന്നു. ഡിയർ ഫ്രണ്ട്സ്, അദ്ദേഹത്തിന്റെ ഐഡി 2021 ഷായർ 1000 റുപ്യ എടുത്ത് നിലനിർത്തിയതാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ നിങ്ങൾ ഐഡി നിലനിർത്തണം. ആൾ എന്നോട് പറഞ്ഞോ, ഷായർ സാറേ അത് ഞാൻ വിട്ട കേസാണ്. ഞാൻ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വിട്ട കേസാ സാറേ എന്നാണ്. അങ്ങനെ അടുത്ത വർഷം ബിസിനസ് നടന്നു. ഒരു സൈഡ് നല്ല ബിസിനസ് വോളിയൊക്കെ കയറുമ്പോൾ രണ്ടാമത്തെ വർഷം 2022 സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഐഡി കംപ്രഷൻ വരുന്നുണ്ട് സാറേ, നമുക്കിത് നിലനിർത്തണം സാറേ. ആ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത് എന്നാ പറഞ്ഞത്. മൂന്നാമത്തെ വർഷം 2023 സമയത്ത് 2023 സമയത്തും ഞാൻ ഈ ഐഡി കംപ്രഷൻ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ നിങ്ങൾ ഐഡി നിലനിർത്തിയിട്ടുണ്ട് സാറ്, 1000 രൂപന്റെ പർച്ചേസ് ചെയ്തിട്ട് ഈ ഐഡി നിലനിർത്തണം, ഭാവിയിൽ ഗുണം കിട്ടും. അപ്പൊ സാറേ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഷായർ സാറേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, ഇനി മേലാല് നിങ്ങൾ മൈ ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിർത്തിയ കേസ് സാറേ, നിങ്ങൾ അതെന്നോട് പറയരുത് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ വർഷം നിർത്തി. ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷവും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാറേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഐഡികൾ നിലനിർത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പണ്ടെന്നോ കൊടുത്ത ഒരാൾ പേസ്റ്റും ഹെയർ ഓയിലൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് സാറ് പൂനൂര് ആനപ്പാറ എന്ന ഒരു ബേക്കറി ഉണ്ട്, അവിടെ കൊടുക്കുമെന്ന് ചോദിച്ചു. പൈസ അദ്ദേഹം തന്നിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ സാധനം കൊടുത്ത് നിങ്ങൾ ഐഡി ഞാൻ നിലനിർത്തി. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ജനുവരി ജനുവരി ഏതോ ഒരു ദിവസം ഞാനും എൻ്റെ വൈഫും അതേപോലെ തന്നെ ബിജു സാറും കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഐഡി തുറന്ന് കാണിച്ചു കൊടുത്തു. ഏകദേശം വലിയ സെയിൽസ് വോളിയം ഒരു സൈഡിൽ കയറിയിട്ടുണ്ട്. അയാൾ ആപ്ലിക്കേഷൻ അയാൾ മൊബൈലിൽ കയറ്റി കൊടുത്തു. ഇത്ര കണ്ട് സാറേ. അദ്ദേഹം അന്ന് സ്റ്റാർട്ട് ചെയ്തു. അയാൾക്കുണ്ടായ മാറ്റം എന്താണെന്നറിയോ? ആദ്യത്തെ ജനുവരി കഴിഞ്ഞ് മന്ത് ക്ലോസിംഗിൽ അദ്ദേഹം ടീം കോർഡിനേറ്റർ റാങ്കിലേക്കായി. അത് കഴിഞ്ഞ് ഫെബ്രുവരി സമയത്ത് കമ്പനിയുടെ തായ്ലൻഡ് ട്രിപ്പ് വിന്നറായി. അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം അദ്ദേഹം ATC ഏരിയ ടീം കോർഡിനേറ്ററായി. ഈ മാസം DTC ആകുമ്പോൾ പെർഫോമൻസ് ബോണസ് അടിക്കാൻ പോവാ. ഡിയർ ഫ്രണ്ട്സ്, 4-5 മാസം കൊണ്ട് ഉണ്ടാക്കിയ മാറ്ററിയോ? എനിക്ക് എത്ര പൈസ പറ്റും നിങ്ങൾ മനസ്സിലാക്കി. ഈ ബിസിനസ് ഞാൻ മനസ്സിലാക്കിയെന്നാണ്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഐഡി നിലനിർത്താൻ വേണ്ടി 3000 രൂപ ചെലവാക്കിയിട്ടുണ്ട് 3 വർഷം കൊണ്ട്. പക്ഷെ അദ്ദേഹം ATC റാങ്കിൽ പെർഫോമൻസ് ബോണസ് അടിക്കാൻ പോകുന്നു. ATC റാങ്കിലാവുമ്പോൾ പെർഫോമൻസ് അടിക്കാൻ അടുത്ത മാസമല്ലേ മന്ത് ക്ലോസിംഗിലേക്കാം. ATC റാങ്കിലാകുമ്പോൾ എനിക്ക് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് കിട്ടിയ വരുമാനം 5 ലക്ഷം ബിസിനസ് വോളിയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഞാൻ എത്ര മുടക്കിയത്? 3000 രൂപ മുടക്കിയത്.
ഡിയർ ഫ്രണ്ട്സ്, ബിസിനസ് ഇങ്ങനെ ഞാൻ വേറൊരു സുഹൃത്ത് ഈ ബിസിനസിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത് നമ്മളെ കൂടെ ഐഡിയ അടിച്ച് കാലിബർ ഉള്ള കപ്പാസിറ്റി ഉള്ള ഈ ബിസിനസ് നിങ്ങളെ ഓടിച്ച് വിജയിപ്പിക്കാൻ പറ്റിയ ആളുകൾ നിങ്ങളെ ടീമിൽ ചിലപ്പോൾ നമ്മൾ നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പർച്ചേസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു 10,000 രൂപ നിങ്ങളെ ബിസിനസ്സിന് വേണ്ടി മുടക്കിയിട്ട് ആ ഐഡിയ നിലനിർത്തണം. പവറുള്ള ഐഡിയ ആണെങ്കിൽ നിലനിർത്തണം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ അതുപോലത്തെ റസാഖ് സാറിനെ പോലെ എനിക്കുള്ള സമദ് സാറിനെ പോലെ രണ്ടുപേരെ എനിക്ക് കിട്ടിയത്. രണ്ടുപേരും, ഒരാൾ നെറ്റ്വർക്കിന്റെ കുലപതിയാണ്. അയാൾ ബിസിനസ് സീരിയസ് ആയിട്ട് എഴുതാം. അയാൾ പറഞ്ഞത് ഈ ബിസിനസ് ഇങ്ങനെയല്ല, 1,00,000 രൂപയുടെ പർച്ചേസ് ചെയ്ത് ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇദ്ദേഹത്തിന്റെ 3 വർഷമായി ഞാൻ 3,000 രൂപ ഞാൻ പർച്ചേസ് ചെയ്ത്. പക്ഷെ 1,00,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 9,000 രൂപ എനിക്ക് കിട്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് എനിക്ക് 3,000 രൂപ എല്ലാം നഷ്ടം. ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മളെ ഈ ടീമിനെ ഇതുപോലത്തെ വലിയൊരു ഇവന്റിൽ നിങ്ങൾ കൊണ്ടുവച്ച് കയറ്റാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളെ ഐഡിയ നിലനിർത്തി ആളുകളെ വിളിച്ച് പർച്ചേസ് ചെയ്ത് വരാൻ പോണ ഇവന്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിങ്ങൾ ഒരു അച്ചീവറായി, ഒരു പെർഫോമൻസ് ബോണസ് വിന്നറായി, റാങ്ക് അച്ചീവറായി നിങ്ങളെ കൂടെ ഈ ബിസിനസിന്റെ സാധ്യത എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ആരെടുത്ത് പോയാലും ഏതൊരു ബിസിനസ് ഏതൊരാളെടുത്ത് പോയാലും അവരൊക്കെ പറയുന്ന കാര്യം മൈലേശ്വർ മാർഗം സൂപ്പറാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. പല ആളുകളും കുറച്ച് വില കൂടുതലാണ്, അതല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറയുന്നല്ലോ. പക്ഷെ ഇത് പോസിറ്റീവിലും പോസിറ്റീവ് ആകുമ്പോൾ ഇത് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ കലങ്ങി തെളിഞ്ഞ് ഇത് നമ്മൾ പറയാം ഇനി ഇത് എക്സ്ട്രാ ഇത് വലിയ കുത്തനുള്ള വളർച്ചയുടെ കാലത്താണ്. എനിക്ക് പറയാനുള്ളത് ഈ ബിസിനസ് ഈ ഒരു നമ്മളെ പ്ലാറ്റ്ഫോമിലെ ഓരോരുത്തരും നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളെ ബിസിനസ്സാണ്. നിങ്ങൾക്ക് എത്ര വരുമാനം വേണം, ആ വരുമാനത്തിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് ഇന്ന് എത്ര കിട്ടണം, ഈ ആഴ്ചയിൽ എത്ര കിട്ടണം, ഈ മാസത്തിൽ എത്ര കിട്ടണം, ഈ വർഷത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ടാർജറ്റ് ഫില്ല് ചെയ്ത് ആ ടാർജറ്റിന് വേണ്ടി ഇന്ന് നിങ്ങൾ പണിയെടുക്കാണ്. ഒരു വർഷം കൊണ്ട് എനിക്ക് ഇന്നത്തെ സാധനം വാങ്ങണം, അതിന് ഇന്ന് പണിയെടുത്തെങ്കിലേ നിങ്ങൾക്ക് വിടാൻ പറ്റൂ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, സാറേ അത് ഞാൻ അങ്ങ് ചെയ്യും, അത് ഞാൻ അങ്ങനെ കേറിപ്പോവും, ഒരിക്കലും നടക്കില്ല. നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് ബസ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി രാത്രി 10 മണിക്കാണെങ്കിൽ ബാംഗ്ലൂർ ബസ് എത്തണമെങ്കിൽ രാവിലെ 10 മണിക്ക് കോഴിക്കോട് പുറപ്പെടണം. ഡിയർ ഫ്രണ്ട്സ്, ഇതിന്റെ ഒരു ഏത് കാര്യത്തിനും ചെയ്യേണ്ടതാ. രാവിലെ 10 മണിക്ക് കോഴിക്കോട് നിന്ന് ബസ് പുറപ്പെട്ടാലേ രാത്രി 12 മണിക്ക് ബാംഗ്ലൂർ എത്തുമെങ്കിൽ രാവിലെ 10 മണിക്ക് കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത ബസ് ഒരു 10:15 സമയത്ത് 10:15 സമയത്താകുമ്പോൾ കുന്നമംഗലത്ത് എത്തണം. 10:30 സമയത്ത് കൊടുവള്ളി എത്തണം. 10:45 സമയത്ത് താമരശ്ശേരി എത്തണം. ഇങ്ങനെ പോയില്ലെങ്കിൽ രാത്രി 10 മണിയാകുമ്പോൾ ആ ബസ് ബാംഗ്ലൂർ എത്തില്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പറയാം ഇവന്റ് ഉണ്ട് സാറേ, ഇവന്റ് വരാണ്ട്, നോക്കാം, ഇന്ന് തുടങ്ങണം. ഞാൻ പറയുന്നത് ബെന്നി സാറൊക്കെ പറയും പോലെ ഈ നമ്മള് പിന്നെ കുറ്റ്യാടി ഭാഗത്തൊക്കെ വോളിബോളൊക്കെ ആപ്പിളാക്കി. ഞാൻ പറഞ്ഞു വലിയ ലിസ്റ്റ് ഒന്നും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടപ്പെട്ടവരെ, നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള നമ്മളെ കൂടെ നിൽക്കുന്ന കാലം നല്ല കാലിബറിലെ കപ്പാസിറ്റി ഒരു ലിസ്റ്റ് 10 പേര് 100 പേര് എത്രയാണോ ലിസ്റ്റ്, നിങ്ങൾ വളരെ ആത്മാർത്ഥത നിങ്ങൾ ഈ ഇവന്റിൽ നിങ്ങൾ അവിടെ ഒരു ഇവന്റിൽ ഒരു താരമായിട്ട് കയറണം എന്ന് തീരുമാനിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്നൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താന്ന് പറയാണ്, നിങ്ങൾ ഹാർഡ് വർക്കിൽ നിന്ന് മാറിയിട്ട് സ്മാർട്ട് വർക്കിലേക്ക് മാറണം. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് വേണം. ആ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ടാർജറ്റ് ഉണ്ട്. അവരുടെ നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ബിസിനസ് പറയുന്നതിനൊക്കെ ഉപരി എനിക്ക് ആ ഒരു ഇവന്റ് വരാൻ പോകുന്നുണ്ട്, എനിക്ക് കമ്പനിയിൽ ഒരു റാങ്ക് കയറാനുണ്ട്. ആ റാങ്ക് കയറുന്ന സമയത്ത് എന്റെ വരുമാനം കൂടും. നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടത്ത് പറയുന്ന സമയത്ത് എന്നിട്ട് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഫസ്റ്റിലെ നമുക്ക് കുറെ ആളുകൾ, സാറേ ഞാൻ കുറെ ആളുകളോട് പറയുന്നത്, സാറേ ആരും വരുന്നില്ലല്ലോ, എന്താ ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ തുടക്കക്കാരായ ആളുകളോട് പറയേണ്ടത്, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ആളുകൾ ഒരു
ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം. അതിൽ നിങ്ങൾ പറയേണ്ട, അതിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു കാര്യം, എന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിട്ടാണ് ഞാൻ ഇപ്പോ ഈ ഒരു മെസ്സേജിൽ വന്നത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റാങ്ക് ഉണ്ട്, കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റാങ്കാണ്. ആ റാങ്ക് ഇന്ന ഡേറ്റിലേക്ക് മാറേണ്ടത്, അതെന്റെ വരുമാനം കൂടും. അതുകൊണ്ട് ഈ മാസം നിങ്ങളെ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ദയവായിട്ട് നിങ്ങൾ എന്നോട് വാങ്ങണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങളെ കൂടപ്പറപ്പുകളാണെങ്കിൽ 100 പേരെ ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞു 100 പേരും ഈ ദിവസം, ഇന്നേ ദിവസമല്ല, ഈ ആഴ്ച, ഈ മാസം നിങ്ങളോട് ഉൽപ്പന്നങ്ങൾ വാങ്ങും. അവിടെ ബിസിനസിന്റെ വലിപ്പം കണ്ടിട്ടോ ഈ പ്രൊഡക്റ്റിന്റെ മഹത്വം കണ്ടിട്ടോ ഒന്നുമല്ല. നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ പറയും. ഞാൻ അങ്ങനെ ഈ ഒരു കാര്യം ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ സംഭവം, ഞാൻ ഈ ഒരു വോയിസ് ഇട്ട സമയത്ത് ആള് 2500 എന്റെ അക്കൗണ്ടിൽ എത്തിയിട്ട് എന്നോട് പറയാം, നിങ്ങൾ വീട്ടിലേക്ക് അത്യാവശ്യം സാധനം എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പറഞ്ഞ്. നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്തു നോക്ക്. നിങ്ങൾ അത്രയും വേണ്ട പണി. ഇനിയിപ്പോ എന്റെ അനിയന്റെ അമ്മോഷൻ ഉണ്ടെന്ന് കൂട്ടിക്കോളി. എന്റെ അമ്മോഷനുണ്ട്, ഞാൻ ഈ വിവരം പറഞ്ഞ അമ്മോഷൻ എന്താ പറയാ, വാങ്ങൂലേ? ഉറപ്പായിട്ടും വാങ്ങും. എന്തുകൊണ്ടെന്നോ, എന്റെ അനിയന്റെ അവര് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, എന്റെ അനിയന്റെ അമ്മോഷൻ മനസ്സിലാക്കുന്നത് എന്റെ പുയ്യാപ്പിളയുടെ ജ്യേഷ്ഠനല്ല. മൂപ്പര് പറയുമ്പോ എങ്ങനെ എന്തെങ്കിലും ആയിട്ട് വാങ്ങും. ന്യൂട്രൽ ലൈഫ് ഇവര് കഴിക്കോ കഴിക്കാതിരിക്കോ, രണ്ടാമത് വാങ്ങൂലേ? വാങ്ങും. ഉറപ്പായിട്ടും നമ്മൾ പല ആളുകളും പറയാത്തത് കൊണ്ടാണ് ഈ ബിസിനസ് നടക്കാത്തത്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ബിസിനസ്സാണ്, നിങ്ങൾക്ക് വരുന്ന ഇവന്റിലേക്ക് നിങ്ങളെ നിലവിലെ റാങ്ക് TC ആണെങ്കിൽ അത് ATC ആണ്, പെർഫോമൻസ് ബോണസ് അടിക്കണം എന്ന് തീരുമാനിച്ചെങ്കിൽ, അത് മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, തലച്ചോറ് വെച്ച് പണിയെടുത്ത് ശരീരത്തിലേക്ക് അതിന്റെ എഫേർട്ട് കൊടുത്ത് അത് പേപ്പറിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒരു വീടുണ്ടാക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യല്? വീടുണ്ടാക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? വീടുണ്ടാക്കാൻ ആദ്യം ചെയ്യുന്ന കാര്യം, പല ആളും പറഞ്ഞു ഞങ്ങൾ ആദ്യം പ്ലാൻ വരപ്പിക്കും. അല്ല, വീടുണ്ടാക്കണം എന്ന് മനസ്സിന്റെ ഉള്ളിൽ തീരുമാനിക്കും. എത്ര ബെഡ്റൂം വേണം, അതിന് എത്ര ടോയ്ലറ്റ് വേണം, അതിന്റെ ഇന്റീരിയർ എങ്ങനെ വേണം, അവിടെ എവിടേക്കാണ് അതിന്റെ ഭംഗി വെക്കേണ്ടത്, മുറ്റത്തിന് എന്ത് ഭംഗി വേണം, എങ്ങനെയൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യണം, ആദ്യം മനസ്സിൽ പ്ലാൻ ചെയ്യും. ഈ മനസ്സിൽ പ്ലാൻ ചെയ്ത സാധനമാണ് എഞ്ചിനീയർ പേപ്പറിലേക്ക് ആക്കുക. ഈ പേപ്പറിലേക്ക് ആക്കിയ സാധനമാണ് പണം മുടക്കിയിട്ട് സ്ട്രക്ചർ ആക്കുക. ഡിയർ ഫ്രണ്ട്സ്, ആദ്യം മനസ്സിലുണ്ട് വരാൻ പോണ ഇവന്റ് എന്റേതാണ്, അതെന്റേതാണ്. ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ 4 മാസമോ 3 മാസമോ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ, ഞാൻ പറയാം, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഈ ഇവന്റ് മാത്രം ഫോക്കസ് ചെയ്യും. ആ ഇവന്റിന് എത്രയാണോ സമയമുള്ളത്, ആ സമയം മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളെ റാങ്ക് മാറ്റാനുള്ള ഒരു പ്ലാനിങ് നടത്തുക. അതിലേക്ക് എന്തൊക്കെ വേണം, അവിടെ നിങ്ങൾ ഏത് റാങ്കിലേക്ക് മാറണം, അവിടെ ഏത് പൊസിഷനിൽ നിൽക്കണം, അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടണം, അവിടുത്തെ മൊമെന്റോന്റെ വലിപ്പം എത്രയാണ്, നിങ്ങൾ ആരൊക്കെ ഷോൾ അണിയിക്കണം, നിങ്ങൾ എത്ര വലിയ ആങ്കർ നിങ്ങളെ എഡിഫൈ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഈ വരാൻ പോണ ആ ഒരു ഒറ്റ മാസം മതി നമ്മളെ റാങ്കും നമ്മളെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു അവസരം, ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ്, ഇന്ന് വളരെ മനോഹരമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇന്ന് വരെ ചെയ്ത ബിസിനസ് അല്ല ഇനി ചെയ്യാൻ പോണത്, ഇനി ഞാൻ ചെയ്യാൻ പോണത് വേറെ ലെവലിലാണ്. ആ ഒരു മാറ്റം മാത്രം മതി നിങ്ങളെ ബിസിനസ് കുത്തനെ പറന്നു പോകാൻ. അവിടെ നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളെ ഈവന്റിലേക്ക് 100 പേരെ കൊണ്ടുപോയി ആ 100 പേരെ മുമ്പിൽ നിങ്ങളെ സ്റ്റേജിന്റെ മേലെ ഇന്ന് കേരളത്തിലുള്ള വലിയ ലീഡേഴ്സ് ആദരിച്ച് സമയത്ത് നിങ്ങളെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ 1-2 മാസത്തെ എഫേർട്ട് കൊണ്ട് ഇത്ര വലിയ ചേഞ്ചസ് വരാൻ പറ്റുമെങ്കിൽ, അങ്ങനെ പൊട്ടൻഷ്യൽ 100 കണക്കിന് ആളുകൾ നിങ്ങൾ ഇവന്റിൽ പങ്കെടുപ്പിച്ചാൽ, നിങ്ങൾ ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾ വിചാരിക്കാത്തതിന്റെ മേലേക്ക് ഈ ബിസിനസ്സിനെ പറത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇവന്റുകൾ. അതുകൊണ്ട് തന്നെ ഇവന്റുകൾ നമ്മളെ മുമ്പിലുണ്ടോ, അതിനു വേണ്ടി മെയ് മറന്ന് മുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് അതിനു വേണ്ടി അഹോരാത്രം, രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ, അത് എന്റെ ഇവന്റ് ആണ്, അവിടെ എന്നെ ആദരിക്കുന്നതാണെന്നുള്ള കണ്ടീഷൻ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ബിസിനസ്സിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ബിസിനസ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ള അവസരം. അതുകൊണ്ട് കൃത്യമായി ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു വിഷൻ നിങ്ങളെ മുമ്പിലുണ്ട്, ആ വിഷന് മാത്രം നിങ്ങൾ